ഹായ്, ഇന്നത്തെ വർക്കിന് നമ്മൾ എടുത്തേക്കുന്നത് എംബ്രോയ്ഡറി റിങ്ങാണ്. എംബ്രോയ്ഡറി ഉള്ളിലത്തെ ആ ഒരു റിങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് ഇതേ വെയ്റ്റിൽ വരുന്ന കാർഡ്ബോർഡ് എടുത്താലും മതി. പിന്നെ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ക്യാൻവാസ് വെച്ച് ഞാൻ ഈ ജൂട്ടിൻ്റെ ത്രെഡുമായിട്ട് പരസ്പരം ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് തുണി വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് ക്യാൻവാസ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഓൾറെഡി അതിൽ ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സൂചി കയറ്റി ഇറക്കാൻ പറ്റും. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് LED ബൾബാണ്, നമ്മൾ LED ലൈറ്റില്ലേ അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ലൈറ്റാണ്, ബൾബാണ് തൂക്കിയിടുന്നതെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ ചെയ്തേനെ. അപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഇതുപോലൊരു വർക്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാന്നുള്ളത്. പിന്നെ ആ പ്ലാസ്റ്റിക് ക്യാൻവാസോ തുണിയോ തന്നെ വെക്കുക. വേറെ എന്തെങ്കിലും കട്ടിയുള്ള ഐറ്റംസ് വെച്ചാൽ ലൈറ്റ് പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ലൈറ്റ് തുണിയോ ക്യാൻവാസിൻ്റെ ഷീറ്റോ വെക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റായാലും മതി. ജസ്റ്റ് നമുക്ക് ആ ഒരു LED ബൾബ്സ്, ആ ഒരു ലൈറ്റ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം. നമുക്ക് അത്രയേ ഉള്ളൂ, സ്പ്രെഡ് ചെയ്ത് വെക്കണം. പിന്നെ ഇതുപോലെ നമുക്ക് അതിനൊരു ഹാങ്ങിങ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അത് ഗ്ലാസ് ട്യൂബ്സ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം സ്ട്രോ എടുക്കാം, അല്ലെങ്കിൽ സിംപ്ലി നൂല് കെട്ടിയെടുത്താലും മതി. കുറച്ച് കട്ടിയുള്ള നൂല് തന്നെ എടുക്കുക. ത്രെഡ് വർക്കുള്ള നൂലൊക്കെ ഉണ്ടാവുമല്ലോ, എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന നൂലോ വൂളൻ നൂലോ ഒക്കെ വെച്ച് വേണം അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതുപോലെ തുണി വെച്ച് നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. തുണി എടുക്കുമ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് തുണികൾ വേണം എടുക്കാൻ. എന്നാലേ ആ ഒരു ലൈറ്റ് നന്നായിട്ട് പാസ്സാവത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുകളിലൊരു തുണിയും പിന്നെ അതിൻ്റെ താഴെ വെച്ചേക്കുന്ന തുണി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതലാണ്. മുകളിൽ വെച്ചിരിക്കുന്ന തുണിയുടെ അളവ് ആ ലൈറ്റ് നമ്മൾ എവിടെയാണോ ക്യാൻവാസ് ഷീറ്റ് കെട്ടിയിരിക്കുന്നത് വെച്ചാൽ അവിടം വരെയുള്ള മുകളിലത്തെ തുണി. താഴെ നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കട്ടിയുള്ള തുണി ഇട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ഹാങ്ങിങ് ലാമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.